നമസ്കാരം. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കറന്റ് ഇലക്ട്രിസിറ്റി എന്ന 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ക്ലാസ് ആണിന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനമായും കിർച്ചോഫ്സ് റൂൾസ് ആണ്. 2 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തെ നിയമം ജംഗ്ഷൻ റൂൾ ഓർ പോയിന്റ് റൂൾ എന്നറിയപ്പെടുന്നു. എന്താണ് ജംഗ്ഷൻ റൂൾ പറയുന്നത്? The algebraic sum of currents meeting at any junction in an electric circuit is 0. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന മൊത്തം കറന്റുകളുടെ തുക 0 ആയിരിക്കും എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ നിയമം, കിർച്ചോഫിന്റെ ഒന്നാമത്തെ നിയമം. നമ്മൾ ഡിസ്കസ് ചെയ്തതില് I1, I2, I3 എന്നിങ്ങനെ 3 കറണ്ടുകൾ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നതായിട്ടും I4, I5 എന്നിങ്ങനെ 2 കറണ്ടുകൾ ആ ജംഗ്ഷനിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടുമാണ് കാണിച്ചിരുന്നത്. I1 + I2 + I3 = I4 + I5 എന്നൊക്കെ വിശദമാക്കിയിരുന്നു. ഇത് തന്നെ സിഗ്മ I = 0 എന്നും വിശദീകരിക്കാവുന്നതാണ്. അതായത് I1 + I2 + I3 -I4 - I5 = 0. വരുന്ന കറണ്ടുകൾ പോസിറ്റീവായിട്ടും പോകുന്ന കറണ്ടുകൾ നെഗറ്റീവായിട്ടുമാണ് എടുക്കുന്നത്. ഓക്കെ, കറന്റ് റീച്ചിങ് ദ ജംഗ്ഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, കറന്റ് ലീവിംഗ് ദ ജംഗ്ഷൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇതായിരുന്നു കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ ഓർ ജംഗ്ഷൻ റൂളിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, രണ്ടാമത്തെ റൂള് മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ ആയിരുന്നു. എന്തായിരുന്നു ലൂപ്പ് റൂൾ? ആൾജിബ്രൈക് സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് കറന്റ്സ് ആൻഡ് റെസിസ്റ്റൻസസ് ഇൻ എനി ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഈക്വൽ ടു ദ ആൾജിബ്രൈക് സം ഓഫ് EMFs ഇൻ ദാറ്റ് ലൂപ്പ്. എന്താണ് പറയുന്നത്? സിഗ്മ IR = സിഗ്മ E എന്നുള്ളതാണ് മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. സിഗ്മ IR എന്താണ്? ഒരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ലൂപ്പിലെ കറന്റുകളുടെയും റെസിസ്റ്റൻസുകളുടെയും പ്രോഡക്റ്റുകൾ എടുത്ത് അതിന്റെ തുക എടുക്കുക. അതാണ് സിഗ്മ IR. അത് എന്തിനു തുല്യമായിരിക്കും? ആ ലൂപ്പിലെ ഏത് ലൂപ്പാണോ പരിഗണിക്കുന്നത് ആ ലൂപ്പിലെ ടോട്ടൽ EMFന് തുല്യമായിരിക്കും എന്ന് പറയുന്നതാണ് മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വീസ്റ്റൺസ് ബ്രിഡ്ജിനെ കുറിച്ചാണ്. എന്താണ് വീസ്റ്റൺസ് ബ്രിഡ്ജ്? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സവിശേഷമായൊരു സർക്യൂട്ട് ഡിസൈനാണ് വീസ്റ്റൺസ് ബ്രിഡ്ജിനുള്ളത്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആമുകളിലായി 4 റെസിസ്റ്റൻസുകൾ കൊടുത്തിട്ടുണ്ടാവും. അവയിൽ കൂടിയുള്ള കറണ്ടും പരിഗണിക്കാവുന്നതാണ്. അവിടെ നമ്മൾ കിർച്ചോഫ്സ് റൂൾസ് അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് അറിയില്ലെങ്കിൽ അതിന്റെ മൂല്യം കണ്ടുപിടിക്കാനായി വീസ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രൊഫസർ CE വീസ്റ്റൺ ആണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്? ക്വാഡ്രിലാറ്ററൽ ABCD നോക്കുക. എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ 2 വഴികൾ സ്വീകരിക്കാം. ABC എന്നൊരു വഴിയുമുണ്ട്, ADC എന്നൊരു വഴിയുമുണ്ട്. അപ്പോൾ ABC, ADC, ഈ ABCയെയും ADCയെയും കൂടി കണക്ട് ചെയ്യുന്ന പാലമാണ് നമ്മുടെ ഗാൽവനോമീറ്റർ G. എന്താണ് ഗാൽവനോമീറ്റർ? ഒരു സർക്യൂട്ടിലെ കറന്റിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനുള്ള ഡിവൈസാണ് ഗാൽവനോമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ ഒക്കെ പറഞ്ഞിട്ട് അൺനോൺ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഓക്കെ, സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. സോഴ്സ് ഓഫ് EMF E ആണ്. സർക്യൂട്ടിൽ കൂടി ഉള്ള കറണ്ട് I ആണ്. I കറണ്ട് A എന്ന ജംഗ്ഷനിലേക്ക് എത്തുന്നു. അതേ കറണ്ട് തന്നെ തിരിച്ചു പോവുകയും വേണം. C എന്ന ജംഗ്ഷനിൽ നിന്ന് I കറണ്ട് തിരിച്ചു പോകുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ കറണ്ടിന്റെ പാതകൾ ഏതൊക്കെയാണെന്ന് നോക്കണം.
എ എന്ന ജംഗ്ഷൻ നോക്കുക. എ എന്ന ജംഗ്ഷനിലേക്ക് ഐ കറണ്ട് വരുന്നു. ഐ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണത്? I1 കറണ്ട് R1 എന്ന റെസിസ്റ്ററിൽ കൂടിയും I2 കറണ്ട് R3 എന്ന റെസിസ്റ്ററിൽ കൂടിയുമാണ് പോകുന്നത്. ഓക്കെ, ഇനി I1 കറണ്ട് ബി എന്ന ജംഗ്ഷനിൽ എത്തിയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. IG കറണ്ട് ഗാൽവനോമീറ്ററിൽ കൂടിയും I3 കറണ്ട് R2 റെസിസ്റ്ററിൽ കൂടിയും പോകുന്നു. ഓക്കെ, ഡി എന്ന ജംഗ്ഷനിലെ കറണ്ടുകൾ ഏതെല്ലാമാണ്? രണ്ട് കറണ്ടുകളാണ് അവിടെ വരുന്നത്. ആരോ മാർക്ക് ശ്രദ്ധിക്കുക, വരുന്നതിന്റെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക. I2 കറണ്ട് വരുന്നുണ്ട്, IG കറണ്ടും വരുന്നുണ്ട്. പോകുന്നത് I4 കറണ്ടാണ് ഡിയിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ പുറപ്പെടുന്നത്. ഓക്കെ, സി എന്ന ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകൾ I3യും I4ുമാണ്. അവിടെ നിന്ന് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ടോട്ടൽ വന്നത് ഐ അല്ലേ, ഐ തന്നെ തിരിച്ചു പോകണം. ഓക്കെ, ഒരു കീ കൊടുത്തിട്ടുണ്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. കീ ക്ലോസ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഫ്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോ ABC, ADC എന്നിങ്ങനെയുള്ള രണ്ട് വഴികളെ ഒരു പാലം ആയ ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രത്യേകതരം ഡിസൈനാണ് വീസ്റ്റേൺസ് ബ്രിഡ്ജ്. ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ വീസ്റ്റേൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീസ്റ്റേൺസ് ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി നോക്കാം. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് വീസ്റ്റേൺസ് ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് വീസ്റ്റേൺസ് ബ്രിഡ്ജ്. കിർച്ചോസ് റൂൾസിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. 4 റെസിസ്റ്റൻസുകൾ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരെണ്ണം അൺനോൺ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടുത്തെ സെൽ ഓഫ് EMF കണക്ട് ചെയ്തിരിക്കുന്നത് എ എന്ന പോയിന്റിനും സി എന്ന പോയിന്റിനും ഇടയിലാണ്. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ബി എന്ന പോയിന്റിനും ഡി എന്ന പോയിന്റിനും ഇടയിലാണ്. കീ ഓൺ ആയിരിക്കുമ്പോൾ സർക്യൂട്ടിൽ കൂടി കറന്റ് ഫ്ലോ ഉണ്ടാവും. ബ്രിഡ്ജ് ബാലൻസ് ആവുന്നത് എപ്പോഴാണ്? ബി എന്ന പോയിന്റിലെയും ഡി എന്ന പോയിന്റിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കുമ്പോൾ, രണ്ടിടത്തെയും പൊട്ടൻഷ്യൽ വാല്യൂസ് സെയിം ആയിരിക്കുമ്പോഴാണ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് പറയുന്നത്. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുമ്പോൾ ABC എന്ന വഴിയും ADC എന്ന വഴിയും രണ്ടും ഒരുപോലെ വരണം. അതായത് ഗാൽവനോമീറ്ററിൽ കൂടിയുള്ള കറണ്ട് 0 ആയിരിക്കണം. അതായത് ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ IG = 0 എന്നുള്ളതാണ്. അപ്പോഴാണ് ABCയും ADCയും തുല്യമായിട്ട് വരിക. എയിൽ നിന്ന് സി എന്ന പോയിന്റിലേക്ക് എത്താനുള്ള പാത്ത് രണ്ടും തുല്യമായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് പറയുന്നത്. നോ കറന്റ് ഫ്ലോസ് ത്രൂ ദി ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് G അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ. സോ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷൻ IG = 0 എന്നുള്ളതാണ്. IG എന്നാൽ കറന്റ് ത്രൂ ദി ഗാൽവനോമീറ്റർ എന്നാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഓർക്കേണ്ടത് എങ്ങനെയാണ്? റെസിസ്റ്റേഴ്സിന്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്യുന്നത്. The values of resistors are adjusted such that the potentials at B and D become the same. അപ്പോഴാണ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് പറയുന്നത്. അങ്ങനെയാവുമ്പോൾ ABC എന്നുള്ള പാത്തും ADC എന്നുള്ള പാത്തും തുല്യമായി കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ വീസ്റ്റേൺസ് ബ്രിഡ്ജില് കിർച്ചോസ് റൂൾസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. വിവിധ ലൂപ്പുകൾ എടുക്കുക. അവിടെയുള്ള സിഗ്മ IR = സിഗ്മ E എന്ന ലൂപ്പ് റൂൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് ABDA എന്ന ക്ലോസ്ഡ് ലൂപ്പ് എടുക്കാം.
ABDAയില് സോഴ്സ് ഓഫ് EMF ഇല്ലല്ലോ. അങ്ങനെയാവുമ്പോൾ RHS 0 ആയിരിക്കും. ഓക്കെ, കറണ്ടുകളും റെസിസ്റ്റൻസുകളും ഏതെല്ലാമാണ്? പ്രോഡക്ട്സ് ഓഫ് കറന്റ്സ് ആൻഡ് റെസിസ്റ്റൻസസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? I1 കറണ്ട് R1 കൂടി, IG കറണ്ട് ഗാലനോമീറ്റർ റെസിസ്റ്റൻസ് Gയിൽ കൂടി. ഓക്കെ, അപ്പോ അത് രണ്ടും ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഉള്ളത്. ഒരു ക്ലോക്കിലെ സൂചിയുടെ മൂവ്മെന്റ് നോക്കുന്നത് പോലെ ക്ലോക്ക് വൈസ് ആയിട്ട് വരുന്ന രണ്ട് കറണ്ടുകളാണ് I1ഉം IG-യും. അത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. I2 കറണ്ടിന്റെ ഡയറക്ഷൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക. I2 എന്നുള്ളത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. സോ I2 എന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലോക്ക് വൈസ് കറണ്ടുകൾ പോസിറ്റീവ് എന്നും ആന്റി ക്ലോക്ക് വൈസ് കറണ്ടുകൾ നെഗറ്റീവ് എന്നും എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റ് എടുത്ത് തുക എടുക്കുമ്പോൾ എങ്ങനെ വരും? I1 ഇൻറ്റു R1 പ്ലസ് IG ഇൻറ്റു G. I2 ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ മൈനസ് I2 ഇൻറ്റു R3 ഈക്വൽ ടു 0. സോഴ്സ് ഓഫ് EMF ഇല്ലാത്തത് കൊണ്ട് ABDA എന്ന ലൂപ്പിലെ ഇക്വേഷൻ 1 കാണിച്ചിരിക്കുന്നത് പ്രകാരമായിരിക്കും. ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ബാലൻസിങ് കണ്ടീഷൻ എന്നാൽ ഗാലനോമീറ്റർ കറണ്ട് 0 ആകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ 1 എങ്ങനെ മാറും? I1 R1 മൈനസ് I2 R3 ഈക്വൽ ടു 0 എന്നായിരിക്കും. അല്ലെങ്കിൽ I1 R1 ഈക്വൽ ടു I2 R3 എന്നായിരിക്കും. ഇക്വേഷൻ നമ്പർ 2. അടുത്ത ലൂപ്പ് പരിഗണിക്കാം. അടുത്ത ലൂപ്പ് BCDB ആണ്. BCDBയിലേക്ക് ക്ലോക്ക് വൈസ് കറണ്ട് എടുക്കുന്നത് I3 ആണ്. ക്ലോക്ക് വൈസ് കറണ്ട് I3 ആണ്. ആന്റി ക്ലോക്ക് വൈസ് കറണ്ടുകൾ ഉണ്ടോ? ഏതെല്ലാമാണ്? IG ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണ്. ആ IG കറണ്ട് D എന്ന ജംഗ്ഷനിൽ വന്നിട്ട് I4 കറണ്ട് R4 കൂടിയാണ് പോകുന്നത്. അപ്പോ ആ I4 കറണ്ടും ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ IG ആൻഡ് I4 ആർ നെഗറ്റീവ്. കൺസിഡറിംഗ് ദ ലൂപ്പ് BCDB and I3 current is positive. So we have the loop rule in BCDB, which is I3R2 minus I4R4 minus IG into G equal to 0. അവിടെയും സോഴ്സ് ഓഫ് EMF ഇല്ല. BCDBയിലും സോഴ്സ് ഓഫ് EMF ഇല്ല. അതുകൊണ്ട് RHS 0 ആയിരിക്കും. ഇനി ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ കൊടുക്കാം. IG ഈക്വൽ ടു 0. അപ്പോഴെന്താണ് കിട്ടുക? I3R2 ഈക്വൽ ടു IG ഇൻറ്റു G, അല്ലെങ്കിൽ I3R2 മൈനസ് IG ഇൻറ്റു G ഈക്വൽ ടു 0. അതാണ് I3R2 ഈക്വൽ ടു I4R4 എന്ന് എഴുതുന്നത്. ഇക്വേഷൻ നമ്പർ 4 ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ജംഗ്ഷനില് മീറ്റ് ചെയ്യുന്ന കറണ്ടുകളെ സംബന്ധിക്കുന്ന നിയമം എഴുതാം. കിർച്ചോസ് ഫസ്റ്റ് റൂൾ. Algebraic sum of the currents meeting at any junction in a circuit equal to 0. B എന്ന ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകൾ ഏതെല്ലാമാണ്? B എന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I1 ആണ്. അവിടെ നിന്ന് പോകുന്ന കറണ്ട് IG-യും I3-യുമാണ്. സോ വരുന്ന കറണ്ട് I1 പോസിറ്റീവ് ആയിട്ട് എടുക്കണം. IG-യും I3-യും പോകുന്ന കറണ്ടുകളായതുകൊണ്ട് അവ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. സോ അറ്റ് ദ ജംഗ്ഷൻ B, junction rule is I1 minus IG minus I3 equal to 0. ഇവിടെയും നമ്മുടെ ബാലൻസിങ് കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? IG equal to 0 വന്നു കഴിഞ്ഞാൽ I1 minus I3 equal to 0 എന്ന് കൊടുത്താൽ ഇക്വേഷൻ 5 ആയി I1 equal to I3. ഓക്കെ, ഇനി നമുക്ക് D എന്ന ജംഗ്ഷനിലെ ജംഗ്ഷൻ റൂള് നോക്കാം. അവിടെ I2ഉം IG-യുമാണ് D എന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകൾ. ഓക്കെ, സോ I2ഉം IG-യും പോസിറ്റീവ് ആയിട്ട് എടുക്കാം.
പോകുന്ന കറണ്ട് I4 ആണ്, അത് നെഗറ്റീവായിട്ട് എടുക്കാം. സോ ഇക്വേഷൻ ഇങ്ങനെയാണ്, I2 പ്ലസ് IG, വരുന്ന കറണ്ടാണ് IG, അതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് എടുക്കുക. I2 പ്ലസ് IG മൈനസ് I4 ഈക്വൽ ടു 0. ബാലൻസിങ് കണ്ടീഷൻ കൊടുത്തു കഴിയുമ്പോൾ IG 0 ആകും. അപ്പോൾ ഇക്വേഷൻ I2 മൈനസ് I4 ഈക്വൽ ടു 0 എന്നതായിരിക്കും, അല്ലെങ്കിൽ I2 ഈക്വൽ ടു I4 എന്നുള്ളതായിരിക്കും. നിങ്ങൾ ജംഗ്ഷൻ ഡിയിലെ ഇക്വേഷൻ നോക്കുമ്പോൾ I2 മൈനസ് IG എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ വലിയ പ്രശ്നം വരുന്നില്ല, കാരണം നമ്മൾ IG ഈക്വൽ ടു 0 എന്നല്ലേ കൊടുക്കുന്നത്. ആക്ച്വലി അത് ഇക്വേഷൻ വരേണ്ടത് വരുന്ന കറണ്ട് പോസിറ്റീവ് എന്നെടുക്കുമ്പോൾ I2 പ്ലസ് IG മൈനസ് I4 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. I2ഉം IGയുമാണ് ഡിയിലേക്ക് വരുന്ന കറണ്ടുകൾ, ഡിയിൽ നിന്ന് പോകുന്ന കറണ്ടാണ് I4. ഓക്കെ, തൊട്ട് മുമ്പത്തെ ഡയഗ്രാം റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും, വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷനുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 4ഉം കൺസിഡർ ചെയ്യുക, അവയുടെ റേഷ്യോ എടുക്കുക. അപ്പോഴെന്താണ് കിട്ടുന്നത്? ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 4ന്റെ റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്നത് I1 R1 ഡിവൈഡഡ് ബൈ I3 R2 ഈക്വൽ ടു I2 R3 ഡിവൈഡഡ് ബൈ I4 R4 എന്നുള്ളതാണ്. നമ്മുടെ I1ഉം I3യും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ I2ഉം R4ഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ I1ഉം I3യും രണ്ടും ഈക്വൽ ആവുമ്പോൾ അത് ക്യാൻസൽ ആയി പോവും. I2ഉം I4ഉം ഈക്വൽ ആവുമ്പോൾ അവയും ക്യാൻസൽ ആയി പോവും. നമ്മുടെ കണ്ടീഷൻ കിട്ടുന്നത് R1 ബൈ R2 ഈക്വൽ ടു R3 ബൈ R4 എന്നായിരിക്കും. ഇതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, R1 R2 R3 R4 ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിന്റെ മൂല്യം അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷന്റെ സഹായം തേടാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാനുള്ളത്. വീസ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് മീറ്റർ ബ്രിഡ്ജ് എന്നൊരു പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്. അൺനോൺ റെസിസ്റ്റൻസ്, നമ്മൾ തന്നിരിക്കുന്ന വയറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെയുള്ള അത് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അത് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് സ്കൂളിൽ വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. R1 ബൈ R2 ഈക്വൽ ടു R3 ബൈ R4 എന്ന് പറയുന്നതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷനാണിത്. ഗാലനോമീറ്റർ കറണ്ട് ഈക്വൽ ടു 0 എന്ന ബാലൻസിങ് കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഈ പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.